ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 5ന്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി നോ ദാറ്റ് ഓൾ മെറ്റീരിയൽ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ സെയിം വേ. അല്ലേ, എല്ലാ മെറ്റീരിയലും ഒരേപോലെയാണോ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലൂടെ കടത്തിവിടുന്നത്? ഒരിക്കലും ഒരേപോലെയല്ല. പല മെറ്റീരിയലും പലതരത്തിലാണ് അതിലൂടെ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നത്. ഇനി രണ്ട് ടേം നമ്മളിവിടെ പഠിക്കുകയാണ്. ഒന്ന് റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അതിലൂടെ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെ കടത്തി വിടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുന്നതാണ് കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകി പോകുമ്പോൾ ഈ കണ്ടക്ടർ ഒഴുകുന്ന കറണ്ടിനെ ഒന്ന് ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒന്ന് തടുക്കാൻ ശ്രമിക്കും. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഓം ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടക്ടറിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടറിന്റെ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് മാറുമ്പോൾ എന്ത് മാറും? റെസിസ്റ്റൻസ് കൂടെ മാറും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. എന്താണ് എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടി? അതായത് ഫിസിക്കൽ ഡയമെൻഷൻ, അതായത് ഏരിയനെയും ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ റെസിസ്റ്റൻസിനെ നമുക്ക് എക്സ്ട്രിൻസിക് എന്ന് വിളിക്കാം, എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഏരിയനെയും ലെങ്തിനെയും മാത്രമല്ല ഈ ഒരു റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യണേ. ഇപ്പൊ കണ്ടക്ടറിന്റെ സൈസോ ഷേപ്പോ ചേഞ്ച് ചെയ്താൽ പോലും ഈ റെസിസ്റ്റൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് അത് എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഈ കണ്ടക്ടറിന്റെ ലെങ്ത്, സൈസ്, ഷേപ്പ്, ഏരിയ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഒരു എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏകദേശം റെസിസ്റ്റൻസ് എന്നാ നിങ്ങൾക്ക് മനസ്സിലായി. ഈ റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് പോലെ തന്നെ ഒരു ടേമാണ്. അതായത് റെസിസ്റ്റിവിറ്റി ആശ്രയിക്കുന്നത് കണ്ടക്ടറിന്റെ മെറ്റീരിയലിനെയാണ്. കണ്ടക്ടർ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അപ്പോൾ അതിനെ ആശ്രയിച്ചിട്ടിരിക്കും ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ആ കണ്ടക്ടർ എത്രമാത്രം ആ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ തടുത്തു നിർത്തുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത് ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടക്ടറിന്റെ മെറ്റീരിയൽ, ആ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ മാത്രമാണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ലെങ്തിനെയോ ഒന്നും ഈ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഗ്രീക്ക് ലെറ്ററായ ഈ റോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഇനി റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതായത് ഒരു കണ്ടക്ടറിന്റെ ഏരിയ 1 സ്ക്വയർ മീറ്റർ ആവാം, അതുപോലെ തന്നെ ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആവും. ഇനി ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത് എല്ലാ മെറ്റീരിയലിനും ഒരേപോലെയാണോ? അല്ല, പല മെറ്റീരിയലിനും പല രീതിയിലായിരിക്കും റെസിസ്റ്റിവിറ്റി. ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടക്ടർ നിർമ്മിച്ചിരിക്കുന്നത് സിൽവർ കൊണ്ടാണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1.59 × 10⁻⁻8. അങ്ങനെ കോപ്പർ, അലുമിനിയം. അപ്പൊ ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഇവിടെ കാണിക്കുന്നത് നിക്രോം ആണ്, അല്ലെ? 100 × 10⁻⁸ റെസിസ്റ്റിവിറ്റി. അതായത് ഒരു കണ്ടക്ടർ നിക്രോം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. ഇനി ഒരു പോയിന്റ് ഉണ്ട്, റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കൂടും. അതൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. R = ρL/A എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ. R എന്ന് പറയുമ്പോൾ അത് റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. റോ എന്ന് പറഞ്ഞത് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയലിന്റെ നേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. എൽ എന്ന് പറഞ്ഞത് കണ്ടക്ടറിന്റെ ലെങ്തിനെയാണ്.
എ എന്ന് പറഞ്ഞത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറഞ്ഞ ഈ ഫോർമുല പഠിച്ചിരിക്കുക. ഇനി ഇതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി എന്നൊരു ടേം നമ്മൾ പഠിക്കുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണ്? ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെ കാണിക്കാൻ. എന്ത് എബിലിറ്റി അല്ലെങ്കിൽ എന്ത് കഴിവാണ് കാണിക്കുന്നത്? അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെ കാണിക്കുന്ന ടേമാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. അതായത് കണ്ടക്ടിവിറ്റി കൂടാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും, റെസിസ്റ്റിവിറ്റി കൂടാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണ അവസ്ഥനെ നമ്മൾ പറയുന്നതാണ് റെസിപ്രോക്കൽ. ഈ ഒരു ബോക്സ് നിങ്ങൾ നോക്കിയേ, ഹീറ്റിംഗ് അപ്ലയൻസസ് ദാറ്റ് ഓപ്പറേറ്റ് വിത്തൗട്ട് ഹീറ്റിംഗ് കോയിൽ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഹീറ്റിംഗ് അപ്ലയൻസസിലെല്ലാം ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരിക്കും. എന്താണ് ഹീറ്റിംഗ് കോയിൽ? ഏത് ഭാഗത്താണോ ചൂട് വരുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ ഏത് ഭാഗത്താണോ ചൂട് വരുന്നത് ആ ഭാഗമാണ് ഹീറ്റിംഗ് എലമെന്റ് അഥവാ ഹീറ്റിംഗ് കോയിൽ എന്ന് നമ്മൾ പഠിച്ചത്. ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുന്നത് നിക്രോം കൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ചില ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരിക്കില്ല. എന്താണ് ഹീറ്റിംഗ് അപ്ലയൻസസിന്റെ പ്രത്യേകത? ഇലക്ട്രിസിറ്റി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന ആ ഒരു അപ്ലയൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് അപ്ലയൻസസ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാവില്ല. അതിന് 2 എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഇൻഡക്ഷൻ കുക്കറും ഒന്ന് മൈക്രോവേവ് ഓവണും. ഈ ഇൻഡക്ഷൻ കുക്കർ എന്ത് പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ദ ഇൻഡക്ഷൻ കുക്കർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് കണ്ടിന്യൂസ്ലി വാരി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇതിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമായിട്ട് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇലക്ട്രിസിറ്റി അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഇനി മൈക്രോവേവ് ഓവനിലാണെങ്കിൽ ഈ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോവേവ് ഉപയോഗിക്കുന്നത് അല്ലെ, ചൂടാക്കാനോ കുക്ക് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫുഡ് നമ്മൾ എങ്ങനത്തെ ഫുഡാണ് നമ്മൾ അതിൽ വെച്ച് ചൂടാക്കുന്നത്? വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡ് മാത്രമേ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഇലക്ട്രിസിറ്റിയാണ് അവിടെ വരുന്നത്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി മൈക്രോവേവ് എനർജി ആയിട്ട് മാറുന്നു. പിന്നീട് ഈ മൈക്രോവേവ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റ് ഉണ്ടാവുന്നതും ഹീറ്റ് എനർജി തന്നെയാണ്. അപ്പൊ ഈ 2 എക്സാമ്പിളും പഠിച്ചിരിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എന്ന് പറഞ്ഞത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഒരു ലോ വെച്ചിട്ടാണ് തെളിയിക്കുക. ജൂൾസ് ലോ വെച്ചിട്ടാണ് ഇത് തെളിയിക്കുന്നത്. ജൂൾസ് ലോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് H=I²RT. H എന്ന് പറഞ്ഞത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് ആ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഉണ്ടായത്. അത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ദ എമൗണ്ട് ഓഫ് കറണ്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്, അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടൈം, എത്ര ടൈമാണ് ഈ ഒരു കറണ്ട് ഒഴുകിയത് ആ കണ്ടക്ടറിലൂടെ. അപ്പൊ ഈ 3 കാര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഈ ഹീറ്റ് ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഫോർമുല, അത് ജൂൾസ് ലോന്റെ ഫോർമുലയാണ്. ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിരിക്കുക. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും അല്ലെങ്കിൽ ഹീറ്റ് കൂടും എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഈ ഒരു എക്സ്പെരിമെന്റിൽ ഇത് എന്ന് പറഞ്ഞത് ഒരു ബോയിലിംഗ് ട്യൂബാണ്. ബോയിലിംഗ് ട്യൂബിൽ 20 ml വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ട, ഇത്രയും 20 ml വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കാര്യങ്ങൾ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നിക്രോം വയർ വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. തെർമോമീറ്റർ എന്തിനാ വെക്കുന്നത്? അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെർമോമീറ്ററും ഈ ഒരു വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ നിക്രോം വയർ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ അമ്മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മീറ്റർ കൊടുത്തിരിക്കുന്നത്, എ എന്ന് പറഞ്ഞ ചിഹ്നം. അതുപോലെ ഈ ഒരു സംഭവം റിയോസ്റ്റാറ്റ് ആണ്. കറണ്ട് വാരി ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ ആണ് ഈ റിയോസ്റ്റാറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഇനി കറണ്ട് കൂട്ടും തോറും, നമ്മളൊരു ഫിഗർ നേരത്തെ കണ്ടല്ലോ, അതായത് കറണ്ട് കൂട്ടും തോറും
ഇവിടെയുള്ള കറണ്ട് നമുക്ക് റിയോസ്റ്റാറ്റ് വെച്ചിട്ട് കൂട്ടാം. ആദ്യം നമുക്ക് 0.5 ആംപിയർ കറണ്ട് കൊടുത്തു, പിന്നെ 1 കൊടുത്തു, 1.5 ആംപിയർ കൊടുത്തു. ഈ കറണ്ട് കൂടും തോറും ഇതിലത്തെ ടെമ്പറേച്ചറും കൂടും, അതായത് ഹീറ്റ് കൂടും. ആ ഹീറ്റ് നമ്മൾ എങ്ങനെ അറിയാം? ഈ ഒരു ടെമ്പറേച്ചർ, അതായത് തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുമ്പോൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് എനർജിയും കൂടും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ്. കണ്ട, അതിന് പറയുന്നത് നോക്കി, ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇവിടെ എടുത്തേക്കുന്നത് 20 ml വെള്ളമാണ്. ഇതിൽ വെള്ളത്തിന് വേറെ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. മോർ ഹീറ്റ് ഈസ് റിക്വയർഡ്, ഹെൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിസീവ്ഡ് ബൈ ദ വാട്ടർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. അതായത് കറണ്ട് കൂടുതലായിട്ട് ഇതിലൂടെ കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാട്ടറിന്റെ ഹീറ്റ് കൂടണ്. വെള്ളം തിളയ്ക്കുന്നത് കൂടുമ്പോൾ അവിടെ ടെമ്പറേച്ചറും കൂടും. ഇതിനെന്താണ് കൺക്ലൂഷൻ? അവിടെ കറണ്ട് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് കൂടും. അത് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ്. ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ പഠിച്ചത്? കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ അഥവാ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കൂടും. ഇനി ഇവിടെ പറയുന്നത്, ഒരുപാട് സമയം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് കൂടുമോ? അത് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ ഒരു അലുമിനിയം വയർ എടുത്തിട്ടുണ്ട്, ഒരു നിക്രോം വയർ എടുത്തിട്ടുണ്ട്. സെയിം ലെങ്ത്തും സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള 2 വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കി, ഈ ഒരു 2 വയറിന് മേലും ഒരു തിന്നായിട്ടുള്ള ഒരു പേപ്പർ സ്ഥാപിക്കുക. അത് ഏതാണ് കൂടുതൽ ഹോട്ട് ആവണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണല്ലോ. അപ്പൊ തിന്നായിട്ടുള്ള ഒരു പേപ്പർ ഇത് രണ്ടിന്റെ മേലെ കൊണ്ടുവയ്ക്കുക. ഇനി കുറച്ച് ചോദ്യങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാനുണ്ട്. വിച്ച് കണ്ടക്ടർ ബിക്കംസ് ഹോട്ടർ? ഏത് കണ്ടക്ടറാണ് കൂടുതൽ ഹോട്ട് ആവുന്നത്? ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, ഏത് കണ്ടക്ടറിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് അതായിരിക്കും കൂടുതലായിട്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചുട്ടുപഴുത്ത് നിൽക്കുക. അപ്പൊ ഈ ഒരു അലുമിനിയത്തില് ആണോ അതോ നിക്രോമിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? നിക്രോമിനാണ് ഇവിടെ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ചെറുത്ത് നിൽപ്പ് ഭയങ്കരമായിരിക്കും. ആ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഉരുകാണ്ട് ഇങ്ങനെ ചേർത്ത് നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായി ഹോട്ട് ആവുന്നത്, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിക്രോം ആയിരിക്കും. അതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഇൻ ദ നിക്രോം ആൻഡ് ദ അലുമിനിയം വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്, രണ്ടിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞത് സെയിം കറണ്ട് ആയിരിക്കും അല്ലെ? ഒരെണ്ണത്തിന് കൂട്ടിയും ഒരെണ്ണത്തിന് കുറച്ചും കൊടുക്കുന്നുണ്ടോ? ഇല്ല. സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള കറണ്ട് ആയിരിക്കും രണ്ടിനും വരുന്നത്. ഇനി ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയർ ആൻഡ് അലുമിനിയം വയർ സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഏതാണ് റെസിസ്റ്റൻസ് കൂടുതൽ? റെസിസ്റ്റൻസ് കൂടുതലുള്ളത് നിക്രോം വയറിനാണ്. അലുമിനിയം വയറിനേക്കാളും റെസിസ്റ്റൻസ് കൂടുതലുള്ളത് നിക്രോം വയറിനാണ്. ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. ഇതില് നിക്രോം വയറിനാണോ അലുമിനിയം വയറിനാണോ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്? നമുക്കറിയാം നിക്രോം വയറിനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏത് വയറാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതാണ്? നിക്രോം വയർ. ഏത് വയറിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് ആ വയറായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ ഈ ഒരു എക്സ്പെരിമെന്റിൽ. അങ്ങനെയെങ്കിൽ മറ്റ് 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് കറണ്ട്, ഒഴുകുന്ന കറണ്ട്, അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, അതുപോലെ ടൈം, എത്ര സമയം ഒഴുകി, അതും ഈ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഈ സയന്റിസ്റ്റ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ഡിസ്കവർഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് കണ്ടക്ടർ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി, എത്രമാത്രം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും നമ്മൾ പഠിച്ചു. ഇത് കണ്ടുപിടിച്ചത്, ഈ റിലേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ഇതും കൂടി ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.